ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ പ്രശ്നപരിഹാരത്തിനായിട്ട് നമ്മുടെ അച്ചമ്മയെ ചന്ദ്രോദയത്തിലോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതാണ് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അങ്ങനെ ചന്ദ്രമതി വീട്ടിൽ നിന്ന് നേരെ ഭാമയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ രവീന്ദ്രൻ പറയും, അവളെന്തായാലും തെറ്റ് ചെയ്തു, എന്തായാലും അവൾ നമ്മുടെ ശ്രുതിയുടെ ഭാര്യയില്ലേ, അതുകൊണ്ട് അവളെ തിരിച്ച് കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ചന്ദ്രമതി നേരെ ഭാമയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഭാമയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നീ കാരണമാണ് ഈ ഒരു കല്യാണം നടന്നതെന്നൊക്കെ പറയുമ്പോൾ ഭാമയും പറയുന്നുണ്ട്, ഞാൻ എന്താ ചന്ദ്ര ചെയ്തത്, നീ അല്ലയോ നിൻ്റെ മകന് വലിയ കോടീശ്വരി മരുമകളെ വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് വീട്ടിലോട്ട് അയക്കാൻ ശ്രമിക്കുമ്പോഴും ചന്ദ്ര അങ്ങോട്ട് പോവാതെ തന്നെ പിണങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് വീട്ടിലെല്ലാവരും വലിയ വിഷമത്തിലാണ്. ശ്രുതി ആനന്ദനുമായിട്ട് ബാറിൽ പോയിരുന്നു മദ്യപിച്ച് ഒരു ബോധമില്ലാതെ ഒരു അബോധാവസ്ഥയിലാണ് വീട്ടിലോട്ട് വന്ന് കയറുന്നത്. അതൊക്കെ കാണുന്ന സച്ചിക്കും രവീന്ദ്രനൊക്കെ നല്ല വിഷമമാവുകയാണ്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി ഇല്ല, സച്ചി ഇങ്ങനത്തെ ഒരവസ്ഥയിൽ, ശ്രുതി ഇങ്ങനത്തെ ഒരവസ്ഥയിൽ മദ്യപിച്ചിരിക്കുന്നു. ശ്രുതിയാണെങ്കിൽ പറഞ്ഞു വിട്ടു, എന്താണ് ഇതിനൊരു പരിഹാരം, വർഷയും ശ്രീകാന്തും ഇല്ല, മൊത്തത്തിൽ വീട് താളം തെറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരം കാണണമെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇതിന് പരിഹാരം കാണാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, സച്ചിയേട്ടാന്ന് രേവതി പറയുന്നുണ്ട്. നമുക്ക് അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയും. അങ്ങനെ സച്ചി പോകാൻ തയ്യാറാകുമ്പോൾ രേവതി പറയുന്നുണ്ട്, നമ്മൾ കൂട്ടിക്കൊണ്ട് വരണ്ട, നമുക്ക് ആദ്യം അച്ഛനോട് അനുവാദം ചോദിച്ചതിന് ശേഷം അച്ഛൻ പറയുന്ന പോലെ ചെയ്യാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി രവീന്ദ്രനോട് പോയി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അച്ഛാ, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, പ്രശ്നങ്ങൾ എവിടെയും എത്താതെ നിൽക്കുകയാണ്, അമ്മ ഇങ്ങോട്ട് വരുന്നില്ല, ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അച്ചമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം, അച്ചമ്മ പറഞ്ഞാൽ മാത്രമേ അമ്മയെ സമാധാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അത് ശരിയാണ്, ഇനി ഞാൻ പോയി അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് വരട്ടെ നോക്കിയപ്പോൾ പറയും, നീ എന്തായാലും വരണ്ട, ഞാൻ പോയി അച്ചമ്മയെ കൂട്ടിക്കൊണ്ട് വരാം, ഇപ്പോഴത്തെ ഒരു അവസ്ഥ നീ ഇവിടെ വേണം, ശ്രുതി ഈ ഒരു അവസ്ഥയിൽ താളം തെറ്റി നിൽക്കുകയാണ്, ആ സമയത്ത് നീയെങ്കിലും ഇവിടെ കാണണം, അതുകൊണ്ട് ഞാൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവി പോയി നമ്മുടെ അച്ചമ്മയും കൂട്ടിക്കൊണ്ട് നാട്ടിൽ നിന്ന് അച്ചമ്മയും കൂട്ടി ചന്ദ്രോദയത്തിലോട്ട് വരികയാണ്. അവിടെ വരുന്ന സമയത്ത് ശ്രുതിയോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതി, നിനക്കറിയത്തില്ലായിരുന്നോ, ശ്രുതിയെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു നോക്കും. എനിക്കറിയത്തില്ല അച്ചമ്മ, അവൾ വലിയ കോടീശ്വരിയാണ്, അവളുടെ അച്ഛൻ മലേഷ്യയിലെ കോടീശ്വരനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അമ്മ മുന്നേ മരിച്ചുപോയി എന്നൊക്കെയുള്ള കഥകൾ മാത്രം അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അതായത് അവളെക്കുറിച്ച് വിശദമായിട്ടൊന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയും. നീ എന്തായാലും കാര്യം ചെയ്യും, ഫോൺ എടുത്ത് വെച്ച് അവളെ ഒന്ന് വിളിക്കാൻ പറയും. ഞാനോ ഇല്ല അച്ചമ്മ, ഞാൻ അവളെ വിളിക്കത്തില്ല, അവളെന്നെ ചതിക്കുക ചെയ്ത് ഇത്രയും നാളും, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തിന് മുകളിലായി, അവൾ ഇത്രയും നാളും എന്നെ ചതിച്ചുകൊണ്ടിരുന്നേല്ലേ, ഞാൻ വിളിക്കത്തില്ലെന്ന് പറയും. എടാ, നിൻ്റെ അടുത്ത് ഞാനാ പറഞ്ഞത് അവളെ വിളിക്കാൻ, നിങ്ങൾ ആരും ഇങ്ങനെ എവിടെ എത്താൻ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും, നിൻ്റെ അമ്മ വേണ്ട ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരു ഒത്തുതീർപ്പാക്കി എടുക്കാൻ, അതുകൊണ്ട് അവളും സ്ഥലത്തില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം രവി, നീ ആദ്യം ചന്ദ്രയെ വിളിക്കുക, നീ ശ്രുതിയെ വിളിക്കാൻ പറയും. അത് അച്ചമ്മ, നിന്നോട് ഞാനാ പറഞ്ഞ ശ്രുതിയെ വിളിക്കാനെന്ന് പറയും. ആ സമയത്ത് ശ്രുതി ഫോൺ എടുത്ത് ശ്രുതിയെ വിളിക്കുന്നുണ്ട്. ശ്രുതിയെ ഫോൺ വിളിക്കുന്ന സമയത്ത് ശ്രുതി ഫോൺ എടുക്കത്തില്ല. ആ സമയത്ത് ആദ്യമൊക്കെ എടുത്താൽ എന്തോ പ്രശ്നമാണെന്ന് കരുതി ശ്രുതി എടുക്കാതിരിക്കും. അതിനുശേഷം ശ്രുതി ഫോൺ വരുന്ന കാണുമ്പോഴത്തേക്ക് പറയും, അച്ഛമ്മ അവൾ ഫോൺ എടുക്കുന്നില്ല, അവൾ എടുത്തോളൂ എന്ന് പറയും. കുറച്ച് കഴിഞ്ഞ് പിന്നെയും വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ എടുക്കും. ശ്രുതി, നീ വീട്ടിലോട്ടൊന്ന് വരണം, അച്ഛമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയും. അച്ഛമ്മയ്ക്കോ? അതെ, അച്ഛമ്മയ്ക്ക് ഒന്ന് കാണണമെന്ന് പറയും. ശ്രുതി, അത് ഞാൻ ശ്രുതിയോട് ചെയ്തത് തെറ്റാണ്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് ശ്രുതിയോടൊരു കാര്യം പറയാനുണ്ട്, എങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരുത്തോളൂ എന്ന് പറയും. എന്താ കാര്യം? അത് ഞാനങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ശ്രുതിയുടെ അമ്മ എന്നെ തല്ലാനും ചീത്ത വിളിക്കാനൊന്നും പാടില്ല, ശ്രുതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ശ്രുതി എൻ്റെ ഭർത്താവാണ്, അതുപോലല്ല ആൻറ്റി എന്നെ ഒരുപാട് അടിക്കുകയും വഴക്കുറയൊക്കെ ചെയ്തെന്നൊക്കെ പറയും. ആ സമയത്ത് ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അച്ഛമ്മ പറയും, ഒരു പ്രശ്നവും കാണത്തില്ല, ഞാനിവിടെ ഉണ്ട്, നീ എന്തായാലും ഇങ്ങോട്ട് വരാൻ പറയും. ശരി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേക്ക് നീ ചന്ദ്രയെ വിളിച്ചോ രവി എന്ന് ചോദിക്കും. ഇല്ലമ്മേ, ശ്രുതി വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം അവൾ വന്നോളും, നീ ചന്ദ്രയെ വിളിക്കാൻ പറയും. അങ്ങനെ ഫോൺ എടുത്ത് ചന്ദ്രയെ വിളിക്കുന്നുണ്ട്. ചന്ദ്രയെ വിളിക്കുന്ന സമയത്ത് പറയും, ചന്ദ്രയെ നീ വീട്ടിലോട്ടൊന്ന് വരണം, അമ്മ വന്നിട്ടുണ്ടെന്ന് പറയും. അമ്മയോ? അമ്മയുടെ താരെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, പിന്നെ ഈ പ്രശ്നം എന്നും ഇങ്ങനെ നിൽക്കാമെന്നാണോ നിൻ്റെ വിചാരം, വീട്ടിലൊരു മനസ്സമാധാനവും ഇല്ല, നീ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒത്തുതീർപ്പാക്കേണ്ടത്, കുടുംബിനായിട്ടുള്ള നീ ഇറങ്ങി നിൻ്റെ വഴിക്കങ്ങ് പോയി, പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ആര് പരിഹരിക്കുമെന്ന് കരുതിയാൽ, അതുകൊണ്ട് തന്നെ ശ്രുതി ഇപ്പോൾ ഇങ്ങോട്ട് വരും, നീ ഇങ്ങോട്ട് വരണം, നിങ്ങൾ രണ്ടുപേരോടും അമ്മയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അവളെന്തിനാണ് അങ്ങോട്ട് വരുന്നത്, അവളെ ഞാനാ വീട്ടിൽ നിന്ന് പുറത്താക്കിയതല്ലേ, അവളെ ആരാ വിളിച്ചത്, അത് ശ്രുതി എടുത്ത് അമ്മയാ പറഞ്ഞത് അവളെ വിളിക്കാമെന്ന് പറയും. നിങ്ങളെന്തിനാ എല്ലാവരും കൂടി ചേർന്ന് അവനെ കൊണ്ട് വിളിപ്പിക്കാൻ പോയത്, പിന്നെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണ്ടായോ, എന്നും കൊന്നും ഇങ്ങനെ നിന്നാൽ മതിയോ, എന്തായാലും അമ്മ ഇവിടെ ഉണ്ട്, നീ എന്തായാലും വീട്ടിലോട്ട് വാ ചന്ദ്രേ, ശ്രുതി ഇങ്ങോട്ട് വരുമോ എന്ന് പറയും, നമുക്ക് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ പറയും, ഇല്ല ഞാൻ അങ്ങോട്ട് വരത്തില്ലെന്ന് പറയും.
അമ്മയാണ് നിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നീ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ ചന്ദ്രമതിയും വരാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതിയും ചന്ദ്രോദയത്തിലോട്ട് വരുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും വരുന്നത് ഒരേ സമയത്ത് തന്നെയാണ്. ആ സമയത്ത് അത് കാണുന്ന നമ്മുടെ സച്ചി പറയും, അച്ഛമ്മേ ദേ കണ്ടോ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് വരുന്നതെന്ന് ചോദിക്കും. ആ സമയത്ത് ചോദിക്കും, എന്താ ചന്ദ്ര ഇത് എന്ന് ചോദിക്കും. ഉടനെ ചന്ദ്രമതി ഒന്നും മിണ്ടത്തില്ല. ആ സമയത്ത് ചന്ദ്രമതി അങ്ങ് അകത്തോട്ട് കയറി വരികയാണ്. പക്ഷേ ശ്രുതി അകത്ത് കയറാതെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോഴേ അച്ഛമ്മ പറയും, കയറി വാ, നീ എന്താ പുറത്ത് നിൽക്കുന്നതെന്ന് പറയും. ആ സമയത്ത് ശ്രുതി വിളിക്കുന്നതൊന്നുമില്ല. ശ്രുതി നീ ചെന്ന് വിളിച്ചുകൊണ്ട് പോ, നിൻ്റെ ഭാര്യയില്ലേ എന്ന് പറയും. ദേ അച്ഛമ്മ വിളിക്കുന്നുണ്ട്, അകത്തോട്ട് കയറി വരാൻ പറയും. ഉടനെ അതും ശ്രുതി അത്ര തൃപ്തിയോട് കൂടിയൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ അതൊന്നും നമ്മുടെ ചന്ദ്രമതിക്ക് അവൻ ഇഷ്ടപ്പെടുന്നില്ല. കമലാവതി അമ്മ പറയുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നതാണ്. ആ സമയത്ത് രവീന്ദ്രൻ പറയും, കയറി വാ മോളെ, നമുക്ക് എന്തായാലും സംസാരിച്ച് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് കയറി വരുന്നുണ്ട്. ആ സമയത്ത് അച്ഛമ്മ ചോദിക്കും, എന്തൊക്കെയാണ് ചന്ദ്ര ഇവിടെ കാണുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം നിൻ്റെ കുടുംബത്തിലുണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളെന്ന നിലയിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി വേണ്ടേ ഈ പ്രശ്നം പരിഹരിക്കാൻ? ഇത്രയും വർഷമായി എൻ്റെ മോനിൽ നിന്ന് എനിക്ക് ഒരു തരത്തിലുള്ള വേദനയും വിഷമവും ഉണ്ടായിട്ടില്ല. പക്ഷേ അവനെ നിങ്ങളെല്ലാവരും ചേർന്ന് വേദനിപ്പിക്കുമല്ലോ, മക്കളും ഭാര്യയെല്ലാം ഓരോ സ്ഥലത്ത് നിന്നുകൊണ്ട് അവനെ വിഷമിപ്പിക്കുക. അവൻ സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. അതിൻ്റെ കൂടെ ഈ ആവശ്യമില്ലാത്ത ടെൻഷനെല്ലാം കൂടി അവന് കൊടുക്കാനാണ് നിങ്ങളുടെ എല്ലാം ഉദ്ദേശം. നീ എന്തോ കൊച്ചു കുഞ്ഞാണോ ചന്ദ്രേ? ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ വീട്ടിൽ നിന്ന് പിണങ്ങി പോവാൻ നീ വേണ്ട ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് ചോദിക്കും. അമ്മയുടെ വർത്തമാനം കേട്ടാൽ തോന്നി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഞാനാണെന്ന്. ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മയെ പറയുന്നത്? ഇവളെന്നെ ചതിച്ചു, ഇവള് വലിയ മലേഷ്യക്കാരിയാണ്, കോടീശ്വരിയാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോനെ ചതിച്ചല്ലേ ഇവള് പോകാൻ കഴിച്ചത്. ഞാൻ ഇവളെ എന്തോരം സ്നേഹിച്ചതെന്നറിയാമോ? എന്നിട്ട് ഇവളെന്നെ ചതിച്ചു, ഇവളൊരു കള്ളിയാണ്, ഇവളെ എന്തിനാ വീട്ടിലോട്ട് കയറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം അടക്കാൻ വയ്യാതെ ചന്ദ്രമതി അകത്തോട്ട് കയറി വന്ന് ശ്രുതിയായിട്ടങ്ങ് തല്ലുകയാണ്. ആ സമയത്ത് ഒന്ന് നിർത്ത് ചന്ദ്ര, എന്താ ഇത്? നീ എന്തിനൊക്കെ സംസാരിക്കുന്നതിന് നീ എന്തിനാ ഈ കൈയും ഇവിടെ അവളെ ഇങ്ങനെ അടിക്കുന്നത്? നിനക്ക് അവളെ വഴക്ക് പറയാം, ശിക്ഷിക്കാം, പക്ഷേ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനെങ്കിൽ നിനക്ക് പറ്റത്തില്ലെന്ന് പറയും. ഇറക്കി വിടാൻ കഴിയത്തില്ലെന്നോ? അമ്മ അവൾ ചെയ്തത് എന്തൊക്കെയാണെന്ന് അമ്മയ്ക്കറിയാം. അവൾ ഒരു കള്ളമാണ്. ഇതിനു മുമ്പ് അവൾ എന്തെല്ലാം കള്ളം പറഞ്ഞു, എല്ലാം ഞങ്ങൾ ക്ഷമിച്ചു. ഇപ്പം അവൾ പുതിയൊരു കള്ളം പറയുന്നു. ഇവൾ നാവെടുത്ത കള്ളമേ പറയത്തുള്ളൂ. എന്നെ ചതിച്ചതാണ്, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് തല്ലുകയാണ്. ആ സമയത്ത് ശ്രുതിയായിട്ടങ്ങ് തല്ലുന്ന കാണുമ്പോഴത്തേക്ക് ശ്രുതിക്കങ്ങ് സഹിക്കത്തില്ല, അങ്ങ് അടിക്കുക, നല്ലോണം അങ്ങ് അടിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയും, മതി അമ്മ അവളെ അടിച്ചതെന്ന് പറയും. ഉടനെ പറയും, എന്താ നീ പറഞ്ഞത്? ഇവളൊരു കള്ളിയല്ലേടാ? അത് ചോദിക്കും. എങ്കിൽ പിന്നെ അമ്മ എന്നെ കൂടി തല്ലേണ്ടി വരുമെന്ന് പറയും. നിന്നെ ഞാനെന്തിനാണ് തല്ലുന്നത്? അതിന് നീ എന്ത് തെറ്റ് ചെയ്തു? ഞാനും കൂടി ഈ തെറ്റിന് ശിക്ഷ അനുഭവിക്കണമെന്ന് പറയും. ശ്രുതി എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയും. നീ എന്തായി പറയുന്നത്? നിന്നോട് എല്ലാ കാര്യവും ഇവൾ പറഞ്ഞിരുന്നെന്നോ? അതെ, അവൾ മലേഷ്യക്കാരി അല്ലെന്നും അവളുടെ ഇളയച്ചനായിട്ട് വന്ന ആൾ അഭിനയിക്കുമായിരുന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാമായിരുന്നു എന്ന് പറയും. പറയുന്നതൊന്നും സത്യമല്ല, കാരണം ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഉടനെ പറയും, ഇല്ല ഞാനിത് വിശ്വസിക്കത്തില്ല, നീ ഇവളെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുക. അപ്പോഴത്തേക്ക് സച്ചിയും പറയും, ശരിയാ, ഇവൻ കള്ളം പറയാം അവളെ രക്ഷിക്കാൻ വേണ്ടി, അല്ലാതെ ഇവനൊന്നും അറിയത്തില്ലാതെന്ന് പറയും. അങ്ങനെ സത്യമാണോ അവളെ? നീ കള്ളം പറഞ്ഞില്ലേ എന്ന് പറയും. അല്ലമ്മേ, എനിക്കറിയാമായിരുന്നു, ശ്രുതി എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയും. നീയും ചേർന്ന് എന്നെ ചതിച്ചു ഇല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അങ്ങ് ഓടി ശ്രുതി അങ്ങ് അടിക്കുകയാണ്. എൻ്റെ മോനും എന്നെ ചതിച്ചു, ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇത്ര ഞാൻ നിന്നെ സ്നേഹിച്ചേരിയോടെ, എന്നിട്ട് നീ എന്താണ് ഈ ഒരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ മുന്നേ പറയാമായിരുന്നു, പക്ഷേ അമ്മ ശ്രുതിയോട് ഏത് രീതിയിൽ പെരുമാറുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയും. ആ സമയത്ത് ഇവിടെ രവീന്ദ്രൻ ചോദിക്കും, മുൻപ് ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നീ പറഞ്ഞല്ലോ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, അവൾ മലേഷ്യയിലുള്ള പെണ്ണാന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് അന്ന് ഞാൻ അമ്മ ഏത് രീതി ശ്രുതിയോട് പെരുമാറുമെന്ന് അറിയാത്ത പേടിച്ചുകൊണ്ടാ അച്ഛൻ ഞാനന്ന് അങ്ങനെ എന്നൊക്കെ പറഞ്ഞെന്ന് പറയും. ഉടനെ ചന്ദ്രമതി പറയും, ഇല്ല നിന്നെ ഞാൻ എന്ത് സ്നേഹിച്ചയാടാ എന്നൊക്കെ പറയും. അപ്പം സച്ചിയും പറയുന്നുണ്ട്, എന്തോ എനിക്കിതിൽ അത്ര വിശ്വാസം പറയും, ഇവൻ പൗഡർ എടുത്ത് രക്ഷിക്കാൻ വേണ്ടി പറയും, ഇവൻ എന്ത് കള്ളം ചെയ്താലും ഇവൻ ആദ്യം വന്ന് പറയുന്നത് ഇവൻ്റെ അമ്മയോട് പറയാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവളെ രക്ഷിക്കാൻ വേണ്ടി തന്നെ കള്ളം പറയുന്നതാന്ന് പറയും. ഉടനെ പറയും, സത്യം പറ ശ്രുതി, നിനക്കിതെല്ലാം അറിയാമായിരുന്നു എന്ന് അച്ഛമ്മയും ചോദിക്കും. എനിക്കറിയാമായിരുന്നു അച്ഛമ്മയെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി മനസ്സിൽ ആലോചിക്കും, ശ്രുതിക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ആൻറ്റി എന്നെ ഇത്രയും തല്ലിയപ്പം ശ്രുതി എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയും. ആ സമയത്ത് പറയും, നീ അവളെ ഇങ്ങനെ തല്ലാതെ ചന്ദ്രേ, നീ ആദ്യം അവൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒന്ന് കേൾക്ക്. എനിക്ക് ഇവിടെ പറയുന്ന ഒന്നും കേൾക്കണ്ട, ഇവിടെ വാ തുറന്നാൽ നുണയെ പറയത്തുള്ളൂ, പിന്നെയും നുണകൾ കേൾക്കാൻ വേണ്ടി എന്തിനാണ് ഞാൻ നിന്ന് കൊടുക്കുന്നതെന്ന് പറയും. ഉടനെ ശരി നീ ചോദിക്കണ്ട, ഞാൻ ചോദിക്കാം എന്നുള്ള അച്ഛമ്മ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, ശ്രുതി നീ സത്യം പറയണം, നീ എന്തിനാ ഇത്രയും കള്ളം
ഞങ്ങളോട് പറഞ്ഞത്. നീ വലിയ മലേഷ്യക്കാരിയാണെന്നും കോടീശ്വരിയാണെന്നും ഒക്കെ നിനക്ക് പറയേണ്ട കാര്യം എന്തുവായിരുന്നു? നീ ഒരു സാധാരണ വീട്ടിൽ സാധാരണ പെൺകുട്ടിയാണെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് സംഭവിക്കുമായിരുന്നു ചോദിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എനിക്ക് സുധിയെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അച്ഛമ്മേ. അതുകൊണ്ടാണ് എനിക്ക് സുധിയെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് പറയും. അതിന് ഇങ്ങനെയുള്ള കള്ളമാണോ ഇവിടെ പറയേണ്ടത്? എന്തൊക്കെ അഭിനയങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചത്? ഒരു നാടക നടനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഇളയച്ചനാണ്, മലേഷ്യക്കാരനാണ്, എന്നിട്ട് അവളുടെ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് അഭിനയം ബോധം കെടൽ ഇല്ലയോടി കള്ളി പെരുങ്കള്ളി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, നീ ഒന്ന് അടങ്ങ് ചന്ദ്രേ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. പറ ശ്രുതി, നീ എന്തിനു വേണ്ടി ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും. നീ ശരിക്കും മലേഷ്യയിലുള്ള പെൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്തും വർഷ അവിടെ നിൽപ്പുണ്ട്. അവരും ചോദിക്കുന്നുണ്ട്, ശ്രുതി ചേച്ചി ജനിച്ചത് മലേഷ്യയിലാണോ? ശ്രുതി ചേച്ചിയുടെ അച്ഛൻ അവിടുത്തെ ബിസിനസ്സുകാരാണോ എന്നൊക്കെ ശ്രീകാന്തും വർഷയൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി എല്ലാം സത്യങ്ങൾ തുറന്ന് പറയുന്നത് എല്ലാം കള്ളത്തരമാണ്, പക്ഷേ സത്യം പോലെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ്. എൻ്റെ അച്ഛൻ ഞാൻ മലേഷ്യയിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. എൻ്റെ അച്ഛൻ അവിടുത്തെ കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണ്. ഞാനും അമ്മയും അച്ഛനും ആയിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നാളിന് ശേഷം അമ്മയും ഞാനും നാട്ടിലോട്ട് വന്നു. അച്ഛൻ അവിടെ ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ അവിടെ ഒരു സെയിവായിട്ട് ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം അമ്മയോട് സംസാരിക്കത്തുമില്ല, അമ്മയെ എന്നെ ഫോൺ വിളിക്കത്തും കാണാനൊന്നും വരത്തില്ല. അങ്ങനെ അവർ തമ്മിലങ്ങ് വിവാഹം കഴിച്ചു. നല്ല ഫാമിലി എന്നൊക്കെ ചന്ദ്ര പറയും. ഉടനെ അച്ഛൻ പറയും, നീ ഒന്നും മിണ്ടാതിരി, അവിടെ മുഴുവൻ പറയട്ടെ. അതിനുശേഷം എനിക്ക് അച്ഛനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമ്മയെ വിളിക്കുകയും പറയുകയൊന്നും ചെയ്യാതിരുന്നതുകൊണ്ടാണ് എനിക്ക് അച്ഛന് നല്ല ബാല്യത്തിൽ ഞാൻ അച്ഛനെ ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മയെന്ന് വെച്ചാൽ ജീവനാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കള്ളം പറഞ്ഞതെന്ന് പറയും. പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർന്നു വന്നത്. ഞാൻ പഠിത്തമൊക്കെ ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് തന്നെയാണ് ഞാൻ തുടർന്ന് പഠിച്ചത്. അതിനുശേഷം ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ ഓരോ വീടുകളിൽ പോയി മസാജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ ഭാമയാൻ്റെ വീട്ടിൽ വന്നത്. അവിടെ വെച്ചാണ് ഞാൻ ചന്ദ്ര ആൻറ്റിയെ പരിചയപ്പെടുന്നത്. ചന്ദ്ര ആൻറ്റിയുടെ മകനാണെന്നറിയാതെയാണ് ഞാൻ ആദ്യം സുധിയെ കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. ഒരു ആക്സിഡൻ്റായി സുധി ഹോസ്പിറ്റലായ സമയത്ത് ഞാനായിരുന്നു സുധിക്ക് ബൈസ്റ്റാൻഡായിട്ട് നിന്നത്. ആ സമയത്ത് ഞാൻ സുധിയായിട്ട് ഒരുപാടങ്ങ് അടുത്തു. അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ഭാമയാൻ്റെ വീട്ടിൽ വെച്ച് സുധിയുടെ അമ്മയാണ് ചന്ദ്ര ആൻറ്റി എന്നുള്ളത്. അതിനുശേഷം ചന്ദ്ര ആൻറ്റിയുടെ മനസ്സിൽ മകന് വേണ്ടി കോടീശ്വരിയായ ഒരു പെൺകുട്ടിയാണ് ആലോചിക്കുന്നതെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഞാനൊരു കോടീശ്വരിയൊന്നും അല്ല. എനിക്ക് സുധിയോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് സുധിയെ ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അത്രത്തോളം ഞാൻ സുധിയെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുധിക്കും അങ്ങ് വിഷമാവും. സുധിയും കരുതും ഇത്രയും ഇഷ്ടം ഇവൾക്ക് എന്നോട് ഉണ്ടായിരുന്നു എന്നൊക്കെ സുധി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. ഇവൾ പറയുന്നതെല്ലാം പച്ച കള്ളമാണെന്ന് പറയും. അവൾ പറഞ്ഞ് തീരട്ടെ ചന്ദ്രേ, നീയൊന്നും മിണ്ടാതിരിക്കാൻ പറയാം. അതുകൊണ്ടാണ് അച്ഛമ്മ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. എനിക്ക് സുധിയുടെ കൂടെ ജീവിക്കണം, സുധി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. സുധിയോടുള്ള ഇഷ്ടക്കൂടുകൊണ്ടാണ് ഞാൻ മലേഷ്യക്കാരിയാണ് കോടീശ്വരിയാണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ നീ ഈ വിവരങ്ങളൊന്നും ഇതുവരെ ഇവിടെ തുറന്ന് പറയാൻ എന്തുകൊണ്ടാണെന്ന് പറയും. ഞാൻ വിവാഹത്തിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്ന് കരുതി. പക്ഷേ ആ സമയത്ത് ഞാൻ മലേഷ്യയിലുള്ള കോടീശ്വരിയാണെന്ന് അറിഞ്ഞ ആൻറ്റി എപ്പോഴും എൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആ സത്യം പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ മലേഷ്യയിൽ ബിസിനസ്സാണ്, ടൂറാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവിടെ എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും ആൻറ്റി എപ്പോഴും വിളിച്ച് എൻ്റെ അച്ഛനെ വിളിച്ച് പണം ചോദിക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് എപ്പോഴും അത്രയും പൈസയൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അച്ഛൻ മരിച്ചു പോയെന്നൊരു കള്ളം പറഞ്ഞത്. അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛന് പകരം ഇളയച്ചനായിട്ട് ഞാൻ ബീരാനിക്കെ കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവളുടെ അഭിനയം ചില്ലറ അഭിനയമാണോ നീ ഇവിടെ കിടന്ന് കാണിച്ച് കൂട്ടിയത്? ബോധം കെടലും അച്ഛൻ്റെ മരണവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര പിന്നെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് വർഷയും ശ്രീകാന്തൊക്കെ ചോദിക്കുന്നുണ്ട്, ശരി ചേച്ചി അച്ഛനുമായിട്ട് വലിയ ചെറുപ്പം തൊട്ട് തന്നെ പിരിഞ്ഞ് താമസിക്കാൻ ചേച്ചി പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ ചേച്ചി ഒരുപാട് പൈസ ഇവിടെ കൊണ്ടുവരുമായിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു ചോദിക്കും. ചേച്ചിയുടെ അച്ഛനൊരു കോടീശ്വരനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പൈസ എവിടെ നിന്ന് തരപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിക്കും. ചേച്ചിയുടെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിക്കും. ഇല്ല, അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയെന്ന് പറയും. അപ്പോൾ ഈ പൈസയൊക്കെ എങ്ങനെ? അത് ഞാൻ കൊണ്ടുവന്നതാണ്. ചേച്ചി എവിടുന്ന്? അത് ഞാൻ എൻ്റെ ബ്യൂട്ടി പാർലർ വിറ്റാന്ന് പറയും. ബ്യൂട്ടി പാർലർ വിറ്റോ? കേട്ടില്ലേ അമ്മ ഇവിടെ അടുത്ത കള്ളം പറയുന്നതെന്ന് പറയും. കള്ളവല്ല ആൻറ്റി, അന്ന് ആൻറ്റി ബ്യൂട്ടി പാർലർ തുടങ്ങാൻ എനിക്ക് പൈസ തന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ബ്യൂട്ടി പാർലർ വിറ്റിട്ടാണ് ആൻറ്റിക്ക് തിരിച്ച് ആ പൈസ തിരിച്ചു തന്നതെന്നൊക്കെ പറയും. ഓഹോ, അപ്പം നിനക്ക് സ്വത്തും ഇല്ല, പണവും ഇല്ല, അച്ഛനും ഇല്ല, സ്വന്തമായിട്ടൊരു സ്ഥാപനമില്ല, നീ ശരിക്കും പിച്ചക്കാരിയാണ് അല്ലയോടി? അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛൻ പറയും, നിനക്കിപ്പോഴും അവളുടെ തെറ്റിന് മാപ്പ് കൊടുക്കാനല്ല നീ ശ്രമിക്കുന്നത്, നീ ഇപ്പോഴും അവൾ പണക്കാരിയല്ലെന്നുള്ള ഒരു പേര് തന്നെ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നീ ഒരുത്തി കാരണമോ ചന്ദ്ര അവൾ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത്. നിനക്ക് നിൻ്റെ മകന് വേണ്ടി നീ കോടീശ്വരിയായ മരുമകളെയാണ് ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അവൾ ഇത്രയും കള്ളങ്ങൾ, ഒന്നിൻ്റെ പുറത്ത് അവൾ പിന്നെയും കള്ളങ്ങൾ. നിനക്ക് പണത്തിനുള്ള അത്യാഗ്രഹം ഇല്ലാത്ത
ഒരു അമ്മയായിരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൾ ഇത്രയും കള്ളം പറയത്തില്ലായിരുന്നു. അവൾക്ക് ശ്രുതിയോട് ജീവിക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അവൾ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞു. നീയാണ് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതെന്ന് പറഞ്ഞ് ചന്ദ്രയെ കമലാവതി അമ്മ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. അതിനുശേഷം അച്ഛമ്മ ചോദിക്കും, നീ പറഞ്ഞതെല്ലാം സത്യമാണോ ശ്രുതി? അതേ അച്ഛമ്മേ, എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കള്ളത്തരവുമില്ല, ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. എനിക്ക് ശ്രുതിയോട് ജീവിക്കാനുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞങ്ങ് കരയുന്നുണ്ട്. ആ സമയത്ത് രവീന്ദ്രനും ചോദിക്കും, നീ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ, ഇനി നിനക്കൊന്നും പറയാനില്ലല്ലോ ശ്രുതി? ഇല്ല അങ്കിളേ, ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല നിങ്ങളോട് പറയാൻ പറ്റാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും ശ്രുതി പറഞ്ഞിട്ടില്ല താൻ ശ്രുതിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നുള്ളത്. ആ കാര്യമൊന്നും ശ്രുതി ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യം വിമലാമ്മയും നമ്മുടെ സച്ചിക്കും രേവതിക്കും അറിയാം. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താവും ചന്ദ്രോദയത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു. നന്ദി.